Hello everyone, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോട്ടോ H50 Pro വേഴ്സസ് ദ മോട്ടോ H50 Ultra തമ്മിലുള്ള ഒരു ക്വിക്ക് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. സോ അപ്രോക്സിമേറ്റ് 20,000 ഡിഫറൻസ് ഉണ്ട് ഇത് തമ്മിൽ. ആൻഡ് ഈ 20,000 രൂപ എക്സ്ട്രാ കൊടുത്ത് മോട്ടോ H50 Ultra എടുക്കാനുള്ളതുണ്ടോ, ഓർ യു ക്യാൻ സേവ് ദ 20,000 എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത്. ഇതിൽ ഏതാണ് മോട്ടോ H50 Pro, ഏതാണ് അൾട്ര എന്ന് പറയാൻ പറ്റും ഒറ്റയടിക്ക്? രണ്ടും എക്സാക്ട്ലി ഡിറ്റോ സെയിം ആണ്, ഒരു ഡിഫറൻസും നമുക്ക് കാണാനില്ല. പക്കാൻ രണ്ടും ഒരേപോലെ തന്നെ. കളേഴ്സ് ഒക്കെ ആണെങ്കിൽ ഗ്രീൻ കളേഴ്സ് ഒക്കെ ആണെങ്കിലും പക്ക സെയിം ടു സെയിം ആണ്. ബ്രൈറ്റ്നസിന്റെ ലെവൽസ് രണ്ടും ഞാൻ മാക്സ് ആണ്, കളർ മോഡ് രണ്ടും വിവിഡ് ആണ്, മാക്സിമം സെറ്റിംഗ്സിലാണ് രണ്ടും ഇട്ടിരിക്കുന്നത്. സ്റ്റിൽ കാൺ സി എനി ഡിഫറൻസ് ഉണ്ടോ, രണ്ടും സ്റ്റണ്ണിങ് തന്നെയാണ്. ആൻഡ് ആക്ച്വലി ഇതിന്റെ സ്പെക്സ് നമ്മൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് ദ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ്. ആക്ച്വലി ഇതിന്റെ നമ്മുടെ മോട്ടോ H50 Pro ആണ് ആക്ച്വലി ബോട്ടത്തിൽ ഇരിക്കുന്നത്. ഇതിന്റെ സ്പെക്ക് വരുമ്പോൾ 2000 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 2500 നിറ്റ്സ് ആണ് നമ്മുടെ അൾട്ര വരുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ഡിഫറൻസും ഇല്ല. രണ്ടും ഒരു POLED ഡിസ്പ്ലേസ് ആണ് വരുന്നത്. 1 ബില്യൺ കളർ റീപ്രൊഡക്ഷൻ ഉണ്ട്, 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഇടുന്നുണ്ട്. രണ്ടിനും HDR10+ സർട്ടിഫൈഡ് ആണ്. രണ്ടും 6.7 ഇഞ്ചസ് ആണ്. സോ നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് ഒരു വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് നമ്മുടെ അൾട്രയ്ക്ക്. അത് ഇതിനകത്ത് എക്സാക്ട് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് CG5 ഓൺ ദ Pro. So display I would say almost tie in terms of the display. So you guys are the judge. You can check the difference. ഞാൻ ഡിസ്പ്ലേ സെറ്റിംഗ്സ് കാണിച്ചു തരാം. സോ രണ്ടിനും ഡിസ്പ്ലേ ഉണ്ടോ, ബ്രൈറ്റ്നസ് രണ്ടിനും ഞാൻ 100 ആക്കി ഇട്ടേക്കായിരുന്നു. പിന്നെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ആണ് നമ്മുടെ ഓട്ടോ ബ്രൈറ്റ്നസ്. രണ്ടിനും ഡാർക്ക് തീം ഉണ്ട് കേട്ടോ, ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാൻ പറ്റും. ആൻഡ് അത് നമുക്ക് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ നമുക്ക് ഷെഡ്യൂൾ. ഇപ്പോൾ നമ്മൾ നൈറ്റ് കിടക്കുന്ന സമയം മുതൽ രാവിലെ എണീക്കുന്ന സമയം വരെ ഡാർക്ക് മോഡ് അങ്ങനെയൊക്കെ സൺസെറ്റ് സൺറൈസ് ഓർ നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റം ടൈം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് രണ്ടുപേർക്കും. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ കളേഴ്സ് ആണ് കേട്ടോ. കളേഴ്സ് ഞാൻ രണ്ടിലും വിവിഡ് ആയിട്ട് നിങ്ങൾക്ക് നാച്ചുറൽ ടോൺസ് ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നാച്ചുറലായിട്ട് സ്വിച്ച് ചെയ്യാം. റേഡിയന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിരിക്കും, വിവിഡ് ആയിരിക്കും. പക്ഷേ ഏറ്റവും സാറ്റിസ്ഫൈഡ് എനിക്ക് പേഴ്സണലി തോന്നിയത് വിവിഡ് ആണ്. സോ യു ഗൈസ് സജസ്റ്റ് യു ക്യാൻ ജസ്റ്റ് കസ്റ്റമൈസ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ സൈസ് ആൻഡ് ടെക്സ്റ്റിനകത്ത് അവിടെ നമുക്ക് ഐക്കൺസിന്റെ സൈസിന്റെ ആ ഒരു ഉണ്ടോ, ആ ഒരു നെയിം ചെയ്തിന്റെ സൈസ് കൂട്ടാൻ കുറയ്ക്കാൻ, അതേപോലെ തന്നെ ഡിസ്പ്ലേയുടെ സൈസ് ഉണ്ടോ, ആ ഒരു പ്രിവ്യൂ വരുന്ന ഡിസ്പ്ലേയുടെ സൈസ്, അതിന്റെ ഐക്കൺ സൈസ് കൂട്ടാനുള്ള ഓപ്ഷൻസ്. പിന്നെ ബോൾഡ് ടെക്സ്റ്റ് വേണോ, അത് കുറച്ചും കൂടെ കേട്ടോ, ബ്ലാക്ക് ഒക്കെ കുറച്ചും കൂടെ ഡിഫൈൻഡ് ബ്ലാക്സ്, അതേപോലെ ഹൈ കോൺട്രാസ്റ്റ് ടെക്സ്റ്റ് ഉണ്ടോ, കുറച്ച് ഡിഫറൻസ് ലൈറ്റ് ഡിഫറൻസസ് ഒക്കെ വരും. അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. രണ്ടിനും സെയിം ഓപ്ഷൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടും ഓട്ടോ, ദാറ്റ് മീൻസ് സ്മാർട്ട് ആയിട്ട് ഒപ്റ്റിമൈസ്. ഇപ്പോൾ എത്ര ആവശ്യം, 60 ആണ് ആവശ്യം, അതോ 144 ആവശ്യമുണ്ടോ, 144 ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കും, ഇല്ലെങ്കിൽ 62 മാറും, അതനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്യും. നിങ്ങൾക്ക് അറ്റ് എനി മൂവ്മെന്റ്, എസ്പെഷ്യലി ഇതിനകത്താണ് വരാൻ സാധ്യത, പ്രോയ്ക്കകത്ത് വാം ആകുന്ന സമയത്ത് ഇച്ചിരി സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുകയാണ്, ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു 60 ആണ് തോന്നുന്നത്, നിങ്ങൾക്ക് ഫോഴ്സ്ഫുള്ളി 144 ഹെഡ്സെറ്റ് മാറ്റാനുള്ള ഓപ്ഷൻ. പിന്നെ ഞാൻ ഇപ്പോൾ കണ്ടൊരു കാര്യം, ഞാൻ ജസ്റ്റ് ഇപ്പം നമ്മൾ ബ്രൈറ്റ്നസ് ലെവൽ ഞാൻ ജസ്റ്റ് ഓട്ടോ ബ്രൈറ്റ്നസ് ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്. ഓട്ടോ ബ്രൈറ്റ് രണ്ടിട്ട് ഓഫ് ആക്കിയിട്ട് ഞാൻ 100% ബ്രൈറ്റ്നസ് ആക്കും കേട്ടോ. രണ്ടും 100 ആണ്, അതും 100 ആക്കി ഉണ്ടോ. അറ്റ് ദ കറന്റ് മൂവ്മെന്റ് ഞാൻ രണ്ടും എക്സാക്ട് സെയിം ലൊക്കേഷൻ തന്നെയാണല്ലോ. ജസ്റ്റ് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് ടേൺ ഓൺ ആൻഡ് യു ക്യാൻ സി ഇതിന്റെ ബ്രൈറ്റ്നസ് 47% ഡ്രോപ്പ് ആയി. ദാറ്റ് മീൻസ് അത്രയും മതി, എക്സാക്ട് ഇത് മതി ഈ സിറ്റുവേഷനിൽ. പക്ഷേ ഇതിന്റെ ബ്രൈറ്റ്നസ് ഉണ്ടോ 90% തന്നെ നിൽക്കുകയാണ്. സോ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ, യു ക്യാൻ സി അതിന്റെ ഒപ്റ്റിമൈസേഷൻ്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ബ്രൈറ്റ്നസിന്റെ ആ ഒരു സെൻസേഴ്സും കാര്യങ്ങളൊക്കെ. സോ യു ക്യാൻ സി ബ്രൈറ്റ്നസ് ലെവൽ സ്റ്റിൽ സെയിം ഏരിയ ആയിട്ട് പോലും നല്ല ഡിഫറൻസ് ഉണ്ട്. അതാണ് കളേഴ്സിനൊക്കെ നല്ല ഡിഫറൻസ് വരും. യു ക്യാൻ സി ടേൺ ഓൺ ചെയ്തപ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഒരു ചെറിയ ഡിഫറൻസ് കാണിച്ചെന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫുൾ സ്ക്രീനിന്റെ ആ കട്ടൗട്ട് വേണ്ടേ, അത് വേണോ, അതിന്റെ ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. സോ നെക്സ്റ്റ് നമ്മുടെ എഡ്ജ് ലൈറ്റിംഗ് ആണ്. രണ്ടൊരു എഡ്ജ് ലൈറ്റിംഗ് അവൈലബിൾ ആണ്. സോ നമുക്ക് നോട്ടിഫിക്കേഷൻസ്, കോൾസ് വരുമ്പോൾ നല്ല കർവ് ഡിസ്പ്ലേസ് ആയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇൻകമിംഗ് കോൾസ് വരുമ്പോൾ, ആപ്സ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ വരുമ്പോൾ അലാംസ് അടിക്കുമ്പോൾ ചെയ്യണോ. പിന്നെ അതിന്റെ ഏത് സമയം മുതൽ ഏത് സമയം വരെ വേണം. ഇപ്പം നമ്മൾ നൈറ്റ് കിടക്കുന്ന സമയത്ത് വേണമെങ്കിൽ അത് ആ ടൈം ഒഴിച്ച് ബാക്കി സമയത്ത്, അല്ലെങ്കിൽ നൈറ്റ് കിടക്കുന്ന സമയത്താണ് വേണ്ടെങ്കിൽ സ്റ്റാർട്ട് ടൈം നൈറ്റ് കിടക്കുന്ന സമയം, എൻ ടൈം രാവിലെ എണീക്കുന്ന സമയം, അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മുടെ എഡ്ജ് ലൈറ്റ്സ് രണ്ടിലും അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ നൈറ്റ് ലൈറ്റ്, എസ്പെഷ്യലി ഈ റൂമിലൊക്കെ ലൈറ്റ് ഇടാണ്ട് നൈറ്റ് ടൈം ഫോൺസ് യൂസ് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇത് ടേൺ ഓൺ ചെയ്യുക. ആൻഡ് എലോങ് വിത്ത് ദാറ്റ്, ഇത് നമ്മുടെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ തന്നെയാണ് കേട്ടോ. എലോങ് വിത്ത് ദാറ്റ് എസ്പെഷ്യലി കണ്ണിന്റെ പവർ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഇത് ടേൺ ഓൺ ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ല കംഫർട്ട് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് തിങ്, ഇത് ടേൺ ഓൺ ചെയ്തിട്ട് ബേസിക് സെറ്റിംഗ്സിൽ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കണ്ണിന് വേദനയോ അല്ലെങ്കിൽ കണ്ണിന് വെള്ളം എന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇന്റൻസിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിന് ജസ്റ്റ് കസ്റ്റമൈസ് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഏതാണെന്ന് വെച്ചാൽ ആ അനുസരിച്ച് ഇന്റൻസിറ്റി മാറ്റുക, അല്ലാണ്ട് ബേസിക് ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ ഉപയോഗിക്കാണ്ടിരിക്കുക. ഓക്കെ, സോ ഇറ്റ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫ്ലിക്കർ പ്രിവെൻഷൻ രണ്ടും ഓപ്ഷൻ അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ ടൈം ഔട്ട്, സ്ക്രീൻ ഷെയർ ബേസിക് സെറ്റിംഗ്സ് ആണ്. സ്ക്രീൻ റെക്കോർഡ്, പിന്നെ 3 ഫിംഗർ സ്ക്രീൻ, ജസ്റ്റ് 3 ഫിംഗർ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഫീച്ചറാണ്. ജസ്റ്റ് എന്തെങ്കിലും. പിന്നെ സ്വൈപ്പ് ടു സ്പ്ലിറ്റ്, ദാറ്റ് മീൻസ് ഒന്ന് ലെഫ്റ്റ് എഡ്ജിൽ നിന്ന് റൈറ്റ് എഡ്ജിട്ടായി തിരിച്ച് ലെഫ്റ്റ് എഡ്ജ് വരുമ്പോൾ സ്പ്ലിറ്റ്സ്, ദാറ്റ് മീൻസ് ഒരു
സ്ക്രീനിൽ 2 ആപ്പ് ഉപയോഗിക്കണം, അതും നമുക്കുണ്ട്. പിന്നെ സ്മാർട്ട് കണക്ട് ആണ് നമുക്ക് വരിക. ഓഡിയോ കമ്പാരിസൺ ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഷുവർ ഷോട്ട് ഫോർ ദ മോട്ടോ H50 അൾട്ര. കാരണം എന്താണെന്നല്ലേ, യു ക്യാൻ സി ഒരു സെപ്പറേറ്റ് ഒരു ടോപ്പ് ഒരു സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട് നമ്മുടെ മോട്ടോ H50 അൾട്രയ്ക്ക്. പക്ഷേ പ്രോയ്ക്കകത്ത് ആകെ ഒരു ബോട്ടം ഗ്രില്ല് മാത്രമേ ഉള്ളൂ, ടോപ്പിൽ വേറെ വരുന്ന തരത്തിൽ. യു ക്യാൻ സി ടോപ്പിൽ നമുക്ക് ആ ഇയർ പീസിന് അവിടെ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു ഗ്രില്ല് തന്നെ വന്നിട്ടുണ്ട്, സ്പീക്കർ ഗ്രില്ല്. സോ വോളിയത്തിന്റെ കാര്യത്തിലും സ്പീക്കേഴ്സിന്റെ ഔട്ട്പുട്ടിന് സ്റ്റീരിയോ എഫക്റ്റിന്റെ കാര്യത്തിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഐ ഡോണ്ട് നോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് ഫ്രം ദ മോട്ടോ H50 പ്രോയിന്ന് സ്റ്റാർട്ട് ചെയ്യാം. Okay, so that was the Pro and it's time for the Ultra. ലോക്ക് ആയാലും സൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് 70% സൗണ്ട് കട്ടായിരുന്നു. ഇതിനകത്ത് ജസ്റ്റ് 40-50. Pro Ultra സോ തിങ് ഈസ് വോളിയത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മറ്റേ പ്രോ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയത്ത്. പക്ഷേ ദ തിങ് ഈസ് ഇതിന്റെ ഒരു ഓഡിയോയുടെ ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നല്ല റിഫൈൻ ആണ്. എസ്പെഷ്യലി ഈ ചെറിയ ബേസ് ടോൺസും അതിൽ ഇൻസ്ട്രുമെന്റൽസ് ഒക്കെ നന്നായി എടുത്ത് കിട്ടുന്ന രീതിയിൽ. അതുപോലെ സ്റ്റീരിയോ എഫക്റ്റ് കുറച്ചും കൂടി ഒരു അടിപൊളിയായിട്ട് നമുക്ക് ആ സ്റ്റീരിയോ എഫക്റ്റും ആ സൗണ്ട് എഫക്റ്റും ഒക്കെ ചെറുതായിട്ട് എക്സ്ട്രാ കിട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ലൈറ്റ് ആയിട്ട്. ആൻഡ് ഈ വോളിയത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ടൈ ആണെങ്കിലും ചെറിയൊരു എഡ്ജ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ലൈറ്റ് ആയിട്ട് വോളിയം കൂടുതൽ പോലെ ഫീൽ ചെയ്തു. വോളിയത്തിന്റെ ഓൾമോസ്റ്റ് രണ്ടും കട്ടക്ക് തന്നെയാണ്. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒബ്വിയസ്ലി ആ ക്വാളിറ്റി അതിൽ സറൗണ്ട് എഫക്റ്റിന്റെ കാര്യത്തിൽ സ്റ്റീരിയോ എഫക്റ്റിന്റെ കാര്യത്തിലും മോട്ടോ H50 ആണ് അൾട്ര. സോ ഇഫ് യു പ്രിഫർ ദ ക്വാളിറ്റി, അത് വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി 2 to 3% ഡിഫറൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അൾട്ര ആണ് നിങ്ങളുടെ. എൽസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് എ ടൈ ഇൻ ടേംസ് ഓഫ്. പക്ഷേ ആ ഈ എക്സ്ട്രാ സ്പീക്കർ ഗ്രില്ലിന്റെ ആ ഒരു എഫക്റ്റ് വന്നിരിക്കുന്ന ആകെ സ്റ്റീരിയോ എഫക്റ്റിലും അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു ക്വാളിറ്റിയിലാണ്. അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഇല്ല. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആ 3% അപ്രോക്സിമേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് മേജർ ഡിഫറൻസ്. സോ ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ നോക്കി, ഓഡിയോ നോക്കി, പക്ഷെ ഒരു വലിയൊരു വെർത്ത് ഡിഫറൻസ് ആയിട്ട് എങ്ങും ഫീൽ ചെയ്തില്ല. സോ ഇതിന്റെ മേജർ ആയിട്ട് ഡിഫറൻസ് എടുക്കുന്ന ഒബ്വിയസ്ലി ഇതിന്റെ ക്യാമറ സെഗ്മെന്റ് ആണ്. സ്റ്റാർട്ടിംഗ് ഓഫ് നമ്മുടെ മെയിൻ ക്യാമറ 2 50 MB മെയിൻ ക്യാമറ ആണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ടെലിഫോട്ടോ ആയി നോക്കുകയാണെങ്കിൽ നമ്മുടെ മോട്ടോ H50 Pro ഉണ്ടല്ലോ, ജസ്റ്റ് നമ്മുടെ 10 MB ടെലിഫോട്ടോ ആണ് വരുന്നത്. വേഴ്സസ് നമ്മുടെ മോട്ടോ H50 അൾട്ര 64 MB ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ആണ്. 3x ആണ്, രണ്ടും 3x തന്നെയാണ് കേട്ടോ. രണ്ടുപേരും 3x ഒപ്റ്റിക്കലാണ് വരുന്നത്. പക്ഷേ ഇത് 10 MB വേഴ്സസ് ഇത് 64 MB. ആൻഡ് നെക്സ്റ്റ് ഒരു 13 MB അൾട്ര വൈഡ് ഇവിടെ ഉള്ളൂ. പക്ഷേ വേഴ്സസ് ഒരു 50 MB അൾട്ര വൈഡ് കിട്ടുന്നത് നമ്മുടെ മോട്ടോ H50 അൾട്ര. സോ അവിടെയൊക്കെ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ 4K at 30 FPS ആണ് നമ്മുടെ H50 Proയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ഇവിടെ നമുക്ക് 4K at 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് HDR10+ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് HDR10 കിട്ടുന്നുള്ളൂ. ആൻഡ് ഫ്രണ്ട് ക്യാമറ അങ്ങനെ രണ്ടും സെയിം ആണ്. രണ്ടിനും 50 MB സെൽഫി ക്യാമറാസ് ആണ് രണ്ടുപേർക്കും വരുന്നത്. ഇതാണ് നമ്മുടെ പോർട്രേറ്റ് മോഡിൽ എടുത്ത 2 ഷോട്ട്സ് ആണ്. യു ക്യാൻ സി കളേഴ്സ് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ ഒരു ഗ്രീൻ ഒക്കെ കുറച്ചും കൂടി എടുത്തറിയുന്ന ഗ്രീൻ ഇച്ചിരി ഷാർപ്പ് ആക്കിയിട്ടുണ്ട് കളേഴ്സ്. വേഴ്സസ് ഇതാണ് എക്സാക്ട് നാച്ചുറൽ. ഇതാണ് അൾട്ര, ഇതാണ് പ്രോ വരുന്നത്. അറ്റ് എ ഗ്ലാൻസ് നിങ്ങൾക്ക് ആ കളറിന്റെ ഡിഫറൻസ് അല്ലാണ്ട് ബാക്കി വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് നെക്സ്റ്റ് കുറച്ചും കൂടെ ക്ലോസ് ആയി സെയിം എക്സാക്ട് ഏരിയ തന്നെ എടുത്താട്ടോ. പോർട്രേറ്റ് ആണ്. ആൻഡ് യു ക്യാൻ സി അഗെയിൻ ആ ഡിഫറൻസ് ഇൻ കളേഴ്സ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നോ മേജർ ഡിഫറൻസ്. ആൻഡ് നെക്സ്റ്റ് അതും ആ സെയിം തന്നെയാണ്. ആ ഡിഫറൻസ് വരുന്നത് കളേഴ്സിന് ഡിഫറൻസ്, ബാക്കിയെല്ലാം സെയിം ടു സെയിം ആണ്. നെക്സ്റ്റ് എക്സ്ട്രീം ക്ലോസ് ഷോട്ട്. ആൻഡ് ഇവിടെ നമുക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവും. ആ കളേഴ്സിന്റെ ആ ഒരു എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. രണ്ടുപേരും തമ്മിൽ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കളേഴ്സിൽ. നമ്മുടെ ഫ്യൂ മോർ പോർട്രേറ്റ് ഷോട്ട്സ് ആണ്. സോ യു ക്യാൻ സി ഇവിടെയും കളേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇവിടെയാണ് ഇച്ചിരി ഒരു എന്താ പറയുക സാച്ചുറേറ്റഡ് കളേഴ്സിന്റെ എക്സാക്ട് നാച്ചുറൽ. നാച്ചുറൽ എന്ന് വെച്ചാൽ ബേസിക് നാച്ചുറൽ അല്ല, ഒരു ലൈറ്റ് ആയിട്ട് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് സെയിം ടു സെയിം ആണ്. നെക്സ്റ്റ് ഉണ്ടോ ക്ലോസർ ആയപ്പോഴും ആ ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടാനാണ്. ഈ ഒരു ഗ്രീനൊക്കെ ഉണ്ടോ ഇച്ചിരി ഒരു എന്താ പറയുക ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന ഗ്രീൻ. പക്ഷേ ഇത് എക്സാക്ട് നാച്ചുറൽ നല്ലൊരു രീതിയിൽ മീൻ ചെയ്തിട്ടുണ്ട് ആ കളേഴ്സ് അൾട്രയ്ക്കകത്ത്. സോ ഐ പ്രിഫർ ദ അൾട്രാ ഷോട്ട്. ഇവിടെ ഒരു എന്തൊരു യെല്ലോയിഷ് ടോൺ പോലെ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോയ്ക്കകത്ത്. പക്ഷേ അൾട്ര പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇവിടെ
നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ട ഒരു യെല്ലോയിഷ് ഒരു ടോൺ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ആ ബ്ലറിങ്ങിന്റെ ആണെന്ന് തോന്നുന്നു. ഐ ഫീൽ ദാറ്റ്. ബട്ട് ഇവിടെ നമുക്ക് പക്കയായിട്ടുണ്ടാവും ആ കളേഴ്സ്, ഗ്രീൻ ആൻഡ് ഗ്രീൻ, റെഡ്, ഒരു റെഡ് കളർ, യെല്ലോ കളർ പക്ക ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അൾട്രയ്ക്കകത്ത്. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് ഫൈനൽ ഷോട്ട്. ആൻഡ് ഇവിടെ ഇത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ പ്രിഫർ ചെയ്തത് നമ്മുടെ കോൾ ഈ പ്രോയുടെ ഷോട്ട് ഉണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഉണ്ട് പ്രോയ്ക്കകത്ത്, കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അൾട്രയ്ക്കകത്ത് അത്ര ഡീറ്റെയിൽ ഉണ്ടാവും, ഫ്ലവർ അത്ര ഡീറ്റെയിലിംഗ് അല്ല ഇരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഐ തിങ്ക് ദ പ്രോ ഈസ് സ്ലൈറ്റ്ലി ബെറ്റർ. അത്ര ക്ലോസപ്പ് എടുത്തപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇത് രണ്ടും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ക്വിക്ക് എടുത്ത് കാണിച്ചു തരാം. രണ്ടും ഞാൻ പോർട്രേറ്റ് നിൽക്കുകയെന്ന് വെച്ചാൽ, പോർട്രേറ്റ് നിൽക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്ത് അപ്രോക്സിമേറ്റ് 2 സെക്കൻഡ് പ്രോസസിംഗ് ടൈം എടുക്കുന്നുണ്ട് നമ്മുടെ പ്രോ വേഴ്സസ് അൾട്ര. അപ്പം തന്നെയാണ് യു ക്യാൻ സി 3, 2, 1 ആൻഡ് ഗോ. ക്യാൻ സി കണ്ടോ, കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് കഴിഞ്ഞ് 2 സെക്കൻഡ്, 1 സെക്കൻഡ്. ഇപ്പോൾ നമ്മൾ 35 mm 85 mm എടുക്കാം. രണ്ടിനും 24 mm, 35 mm, 50 mm, 85 mm രണ്ടിനും ഉണ്ട് കേട്ടോ. ആൻഡ് 85 mm രണ്ടുപേരും 3, 2, 1 ആൻഡ് ഗോ. കഴിഞ്ഞു ആണോ. 2 സെക്കൻഡ് അപ്രോക്സിമേറ്റ് 1.5 സെക്കൻഡ് ടു 2 സെക്കൻഡ്സ് എടുക്കുന്നുണ്ട് പോർട്രേറ്റ് ഫോട്ടോ പ്രോസസ്. ആ ടൈമിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്രോസസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. മേ ബി ഇത് ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഇറ്റ് സെൽഫ് ഇതൊരു പ്രോസസ് ചെയ്യുന്നത്. കഴിഞ്ഞു. ജസ്റ്റ് എ സെക്കൻഡ്, 3, 2, 1 ആൻഡ് ഗോ. ഡൺ. വേഴ്സസ് 3, 2, 1 ആൻഡ് ഗോ. 1, 2, 3, 4. അപ്രോക്സിമേറ്റ് ഇച്ചിരി ടൈം ചില ഡിപ്പെൻഡ് ചെയ്യും, ടൈം കൂടുതൽ വരെ എടുക്കുന്നുണ്ട്. സോ അപ്രോക്സിമേറ്റ് ഞാൻ മോസ്റ്റ് നേരേഴ്സ് കണ്ട സമയം 1.5 സെക്കൻഡ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലോസപ്പ് രണ്ടും കല്ലനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് യു ക്യാൻ സീ ഓഫ് ഒരു വിന്നറിനൊന്നും പറയാൻ പറ്റില്ല. അമ്മാരി രണ്ടും ക്രിസ്പ്, കല്ലൻ ക്രിസ്പാണ് രണ്ടിൻ്റെ ആ ഒരു വെള്ളത്തുള്ളി ഒരു പക്കാ ഡീറ്റെയിൽ. ആൻഡ് ഓഫ് സോ ഐ വുഡ് സേ ടൈ എന്ന് ഞാൻ പറയാം ആ ഒരു ഇതിനകത്ത്. ഈ ഒരു ഫോട്ടോയിൽ മോട്ടോ എഡ്ജ് 50 പ്രോയ്ക്ക് ബൈ വരാൻ സമയമായി. ഇനി നമ്മൾ ആ ടെലിഫോട്ടോ ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് വെസ്റ്റ് 10x വേഴ്സസ് 64 MB ടെലിഫോട്ടോ ആണ്. രണ്ടും 3x ആണ് ഒപ്റ്റിക്കൽ, പക്ഷേ ബാക്കി ഡിജിറ്റലായിട്ട് കല്ലാടിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ യു കൻ സി ഫസ്റ്റ് ഫോട്ടോ. ആൻഡ് അൾട്രയിൽ ആ കളർ നോക്കി അറിയാം, ഇപ്പോഴും ഈ ഗ്രീനിഷ് ഒക്കെ കൂടുതൽ ഇവിടെയാണ്, പക്ഷെ ഇതാണ് എക്സാക്ട് ട്രൂ ടു നേച്ചർ കളർ ഇതാണ് വരുന്നത്. അൾട്ര വേണ്ട പക്കാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇത് ഒന്നര ക്ലോസപ്പ് ആക്കി. ആൻഡ് യു കൻ സി കളേഴ്സ് ഒക്കെ അങ്ങ് പോയി, ആ ഒരു സാറ്റർഡേ ഉണ്ടാകുന്ന കളേഴ്സ് ഒക്കെ പോയിട്ട് നോർമൽ ഭയങ്കര പെയിലായിട്ടുള്ള കളേഴ്സാണ്. വേഴ്സസ് ആ എക്സാക്ട് കളർ എന്തായിരുന്നു അതിന് ഇപ്പോഴും പ്രിസർവ് ചെയ്തിട്ടുണ്ട് നമ്മൾ അൾട്രയ്ക്കകത്ത്. ടോപ്പിലുള്ള അൾട്ര യു കൻ സി ആണ്ടോ കോക്കറിന്റെ കളറൊക്കെ തെങ്ങിന്റെ കളറൊക്കെ കറക്റ്റ് എക്സാക്ട് ഇതൊക്കെ മൊത്തം പോയി. ആൻഡ് നെക്സ്റ്റ് അടുത്തൊരു ക്ലോസപ്പ് കണ്ടോ, ഇതിനകത്തൊക്കെ ചുമ്മാ സ്റ്റണ്ണിങ് എക്സാക്ട് സെയിം കിട്ടിയിട്ടുണ്ട്. വേഴ്സസ് യു കൻ സി ഇത് 30x ലിമിറ്റ് ആവും കേട്ടോ. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ 30x ഷോട്ട്. യു കൻ സി ഇതാണ് ഔട്ട്പുട്ട്. ആൻഡ് ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഫൈനൽ ഷോട്ട്. യു കൻ സി ദ ഡിഫറൻസ്. 100x ആണ് ഇത്, നമ്മൾ അൾട്ര വരുന്ന 100x ഷോട്ട് ആണ് കേട്ടോ. 100x ഇതാണ് 100x ഷോട്ട് വേഴ്സസ് തൊട്ട് പുറത്തെ ഷോട്ട്സ്. അത്യാവശ്യം ക്രിസ്പാണ് കേട്ടോ. 60x 100x ഒക്കെ അത്യാവശ്യം ക്രിസ്പാണ്. 100xൽ ഒബ്വിയസ്ലി ലൈറ്റ് ഓയിലി ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒബ്വിയസ്ലി അത് മേ ബി അപ്ഡേറ്റ്സിന് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് നെക്സ്റ്റ് 30xലെ മാക്സിമം ഷോട്ട് ഫോർ ദ പ്രോ. സോ ദാറ്റ്സ് എ ക്ലിയർ വിൻ ഫോർ ദ അൾട്ര. പ്രോയിലും അൾട്രയിൽ ഞാൻ ബേസിക് ആയിട്ട് കണ്ടൊരു ഇഷ്യൂ, ചില ക്ലോസ് സബ്ജക്റ്റ് ഫോട്ടോ എടുക്കുന്നത് കണ്ടോ ഫോക്കസ്ഡ് അല്ല. ഇത് പ്രോ ആണ് കേട്ടോ. ഇനി അൾട്രയും അതേപോലെ തന്നെ ഫോക്കസ്, പക്ഷെ നമ്മൾ അൾട്രയ്ക്ക് അത് ഇച്ചിരി മീൻസ് ആ ഫോക്കസ് ഇങ്ങനെ നിർത്തി ഇച്ചിരി ഒരു 2 സെക്കൻഡ്സ് അവിടെ നിർത്തിയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഫോക്കസ്ഡ് ആയിട്ട് അതുണ്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ക്രിസ്പ് ഫോക്കസ്. പക്ഷേ പ്രോയ്ക്കകത്ത് ഞാൻ മീൻസ് ടാപ്പ് ടു ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുമല്ല ടൈം ചെയ്തേക്കണം, നോർമലി അവിടെ വെച്ച് തന്നെ ഫോൺ തന്നെ ചെക്ക് ചെയ്ത് ഫോട്ടോ എടുക്കണുണ്ടോ. രണ്ടാമത്തെ ഷോട്ട് എടുത്തപ്പോഴും പ്രോയ്ക്ക് ഇഷ്യൂ ഉണ്ട്. പിന്നെ വേറെ കാര്യം, ഈ ഫോട്ടോ രണ്ടിനകത്തും ഒറ്റയ്ക്ക് നോക്കിയാൽ തന്നെ ഇവിടെ ഒരു യെല്ലോയിഷ് ടിന്റ്, ഞാൻ വേറെ ഫോട്ടോസും കണ്ടപ്പോൾ പിന്നെ ശ്രദ്ധിച്ച കാര്യമാണ്, ഒരു യെല്ലോയിഷ് ടിന്റ് മൊത്തം വരുന്നുണ്ട് കണ്ടോ. ഇവിടെ ഈ ഒരു ഏരിയാസിന് മൊത്തം യെല്ലോയിഷ്. ഇതിനകത്ത് പക്ക അൾട്രക്കകത്ത് പക്ക എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു എന്താ പറയുക, ഇതിപ്പോൾ ക്രിസ്പാണ്, ബട്ട് സ്റ്റിൽ ഈവൻ ക്രിസ്പർ ആവാമായിരുന്നു എനിക്ക് തോന്നുന്നു. കണ്ടോ അനദർ ഷോട്ട്, അതിനകത്ത് അൾട്ര എടുത്തിട്ടില്ല കണ്ടോ. അൾട്രക്ക് ഇവിടെ ബ്ലറാണ്. ആൻഡ് ഞാൻ ആ സെയിം ഫോട്ടോ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രോയിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം കണ്ടോ. പ്രോയ്ക്കകത്തും ആ സെയിം ഫോട്ടോ ബ്ലറായിട്ട് തന്നെയാണ് വരിക കണ്ടോ. അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് രണ്ടുപേർക്കും. ആൻഡ് നെക്സ്റ്റ് ഒന്നോടെ സെറ്റപ്പ് ആക്കി എടുത്തപ്പോൾ പ്രോ എന്നിട്ടും ആ സെറ്റായില്ല. രണ്ടാമത്തെ സമയം ഒരു 2 സെക്കൻഡ്സ് ഡിലേ കൊടുത്തത് എടുത്തപ്പോൾ കണ്ടോ ഇത് പക്കയായിട്ട് വന്നിട്ടുണ്ട് അൾട്രക്കകത്ത്. പക്ഷേ പ്രോയ്ക്കകത്ത് അന്നേരം ആ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ കളറിന് ഇപ്പോൾ ഇഷ്യൂ ഇല്ല. 85 mm ഇപ്പോൾ എടുത്തേക്കണേ. സോ ചില ഫോക്കൽ ലെങ്ത്തിൽ എടുക്കുമ്പോൾ എന്തൊരു കളർ എന്തൊരു സ്പ്രെഡ് ആവണ പോലെ അങ്ങനത്തെ എന്തോ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈറ്റ് ആയിട്ട്. കാരണം ഈ ഒരു സീനിലും ഇത് ഇവിടെ എന്തൊരു വൈറ്റിഷ് കളറോ അങ്ങനത്തെ എന്തൊരു കളറിന്റെ ഒരു ലൈറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതാണ് അൾട്രയൊക്കെ പക്കയായിട്ട് എടുത്തിട്ടുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ എപ്പോഴും സ്റ്റിൽ കളർ സാച്ചുറേഷൻ ഒബ്വിയസ്ലി കൂടുതലുള്ളത് ഇതാട്ടോ അപ്രോയാണേ. ആൻഡ് നെക്സ്റ്റ് ഇവിടെ ഷോർട്ടായാലും രണ്ടും പക്കയാട്ടോ. കളേഴ്സ് അഗെയിൻ പ്രോയ്ക്കകത്താണ് കൂടുതൽ അൾട്ര, പക്ഷേ നാച്ചുറൽ ടോൺ ഒബ്വിയസ്ലി വിത്ത് ദ അൾട്ര. ക്യാമറ യുവിൽ എന്തൊക്കെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട് നോക്കാം. രണ്ടും
120 FPS 240 FPS രണ്ടും സപ്പോർട്ട് ചെയ്യും. പക്ഷേ 960 FPS വരുന്നുണ്ട് നമ്മുടെ അൾട്രയ്ക്കകത്ത് വേഴ്സസ് 120 അല്ലെങ്കിൽ 240 ഉള്ളൂ സ്ലോ മോഷനിൽ നമ്മുടെ പ്രോ വരും. സോ ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമുക്ക് വീഡിയോയ്ക്കകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാം ഇതിനകത്ത് 4K at 30 FPS വരെ മാക്സിമം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. വേഴ്സസ് നമുക്ക് 4K at 60 FPS നമ്മുടെ അൾട്ര റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് HDR10+ ഉണ്ട്. വേഴ്സസ് നമുക്ക് ഇതിനകത്ത് HDR10 ആണ് കിട്ടുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് തിങ് വെച്ചാൽ രണ്ടുപേർക്കും ഈ ഹൊറിസോൺ ലൈൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഫോണിൽ 360° കറക്കിയിട്ട് ഫോട്ടോ എടുത്താൽ പോലും ആ ഫൂട്ടേജ് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ 360° കറക്കി എടുത്താൽ പോലും ഫൂട്ടേജ് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. ഓപ്ഷൻ രണ്ടുപേർക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് മാക്സിമം എത്ര പോകാൻ നോക്കാം. മാക്സിമം ലെറ്റ്സ് സീ 20x ആണ് നമ്മുടെ രണ്ടുപേരും 20x ആണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോയ്ക്കകത്ത് യു ക്യാൻ സി ഓപ്ഷൻസ് രണ്ടിനും മാക്രോ മോഡ് 0.5x 1x പിന്നെ അൾട്രയ്ക്കകത്ത് 3x ആണ് വരിക വേഴ്സസ് നമ്മുടെ പ്രോയ്ക്കകത്ത് 2x പിന്നെ 3x ആണ് വരിക അൾട്രയ്ക്കകത്ത് 6x പ്രോയ്ക്കകത്ത് 3x ആണ് പിന്നെ മാക്സിമം യു ക്യാൻ സി 100x ആണ് നമുക്ക് അൾട്ര വരുന്നത് വേഴ്സസ് 30x ആണ് നമ്മുടെ പ്രോയി വരുന്നത്. പിന്നെ ഈ പോർട്രേറ്റ് മോഡ് ഞാൻ തൊട്ടും കാണിച്ചു 24mm 35mm 50mm ആൻഡ് 85mm മോഡ് രണ്ടുപേർക്കും. ആൻഡ് കുറച്ചും കൂടെ ക്രിസ്പ് ഡീറ്റെയിൽ ക്യാപ്ചർ ആണ് നമ്മുടെ അൾട്ര ഉണ്ട്. ബിക്കോസ് 64MB വേഴ്സസ് 10MB ആണ് ചില പോർട്രേറ്റ് ഷോട്ട്സ്. ദാറ്റ് മീൻസ് ആ ഫോക്കൽ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് രണ്ടിന് സ്കാൻ മോഡ് പിന്നെ രണ്ടിനും മോർ ആറ്റ് ഓബ്വിയസ്ലി സെയിം തന്നെയാണ് സ്പോട്ട് കളർ. ദാറ്റ് മീൻസ് ഒരു സ്പെസിഫിക് കളർ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കി കളറിനൊക്കെ ഒരു ബ്ലർ ആക്കുക. ആ രീതിയിലാണ് സ്പോട്ട് കളർ വർക്ക് ചെയ്യുക. നൈറ്റ് വിഷൻ നൈറ്റ് മീൻസ് നമ്മുടെ നൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. പിന്നെ പനോരമ ദാറ്റ് മീൻസ് അങ്ങനെ എടുക്കുന്ന ഫോട്ടോ പനോരമ ഫോട്ടോ പിന്നെ അൾട്രാ റെസൊല്യൂഷൻ ദാറ്റ് മീൻസ് 50MB ഡെഡിക്കേറ്റഡ് മോഡ് പിന്നെ ഡുവൽ ക്യാപ്ചർ ഫ്രണ്ട് ആൻഡ് ബാക്കിലത്തെ ഫോട്ടോ സെയിം ടൈമിൽ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ് ഡുവൽ ക്യാപ്ചർ. പിന്നെ ഫോട്ടോ ദാറ്റ് മീൻസ് എ ഫോട്ടോ കൊളാഷ് ആണ്. പിന്നെ നമ്മുടെ ടിൽറ്റ് ഷിഫ്റ്റിന് ഓപ്ഷൻ ഉണ്ട്. ടിൽറ്റിന് ജസ്റ്റ് ടിൽറ്റ് ചെയ്ത് എടുക്കുന്ന ഫോട്ടോ ടൈപ്പ്. പിന്നെ നമുക്ക് ലോങ് എക്സ്പോഷർ ടൈം ലാപ്സ് സ്പോട്ട് കളർ ദാറ്റ് മീൻസ് സ്പോട്ട് കളർ വീഡിയോയിൽ ദാറ്റ് മീൻസ് വീഡിയോയിൽ ഒരു സ്പെസിഫിക് കളർ ഇപ്പോൾ റെഡ് കളർ ഒരു തീമാണ് ഉദ്ദേശിക്കുന്നത്. ആ റെഡ് കളർ മാത്രം ഫോക്കസ് നിർത്തി ബാക്കി കളറൊക്കെ ബ്ലർ ആക്കാൻ പറ്റും. പിന്നെ ഡുവൽ ക്യാപ്ചർ വീഡിയോ മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് സെയിം ടൈം നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് പെർഫോമൻസിന്റെ കാര്യത്തിലും നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം സ്നാപ്ഡ്രാഗൺ 7 Gen 3 ഇത് 8s Gen 3 ആണ്. അപ്രോക്സിമേറ്റ് ഇതിന്റെ ഒരു സ്കോർസ് 8 ലക്ഷം വരുന്നത്. ഇതിനൊരു 1.4 lakh 1.5 lakh വരുന്നുണ്ട് നമ്മുടെ മോട്ടോ H50 Ultra 8s Gen 3 ആയത് കാരണം. ആൻഡ് ഇത് UFS 2.2 സ്റ്റോറേജ് സ്പീഡ്സ് ആണ്. ഇത് UFS 4 സ്റ്റോറേജ് സ്പീഡ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് Adreno 720 ആണ് നമുക്ക് നമ്മുടെ പ്രോ വരുന്നെങ്കിൽ ഇവിടെ നമുക്ക് Adreno 735 വരുന്നുണ്ട്. പിന്നെ ഇത് മാക്സിമം ക്ലോക്ക് സ്പീഡ് 2.63 GHz ആണ്. ഇവിടെ നമുക്ക് 3 GHz വരുന്നത്. സോ ഒബ്വിയസ്ലി ഫോർ ഗെയിമിംഗ് സെന്റർ ആണെങ്കിൽ കുറച്ചും കൂടെ ഒബ്വിയസ്ലി നല്ലത് നമ്മുടെ അൾട്ര ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജ് നോക്കുകയാണെങ്കിൽ രണ്ടും എക്സാക്ട് സെയിം ടു സെയിം 4500 mAh ബാറ്ററിയാണ് നമുക്ക് രണ്ടുപേർക്കും വരുന്നത്. ബട്ട് ദ ഡിഫറൻസ് ഈസ് നമുക്ക് ഇതിന്റെ 8GB 256GB പ്രോ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 65 വാട്ട് അഡാപ്റ്ററാണ് ബോക്സിൽ വരുന്നുള്ളൂ. നിങ്ങൾ 12GB 256GB എടുക്കുവാണെങ്കിൽ 125 വാട്ട് അഡാപ്റ്റർ വരും. ഇതൊരു ഒറ്റ വേരിയന്റേ ഉള്ളൂ. ആ ഒറ്റ വേരിയന്റ് നമുക്ക് 125 വാട്ട് അഡാപ്റ്ററാണ് വരുന്നത്. ഫൈനൽ വേർഡിക്റ്റ് ഏതാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഞാൻ പറയും അൾട്രയാണ്. പക്ഷേ എക്സ്ട്രാ നമ്മൾ 20,000 രൂപ കൊടുത്ത അൾട്ര എടുക്കാണ്ടോ എന്ന് വെച്ചാൽ ഞാൻ നോന്നേ പറയുള്ളൂ. ബിക്കോസ് നമ്മുടെ ഡിസ്പ്ലേ നോക്കിയാലും ക്യാമറ നോക്കിയാലും ഓഡിയോ നോക്കിയാലും ഒരു വെർത്ത് ഡിഫറൻസ് ഫീൽ ചെയ്യും. ഒബ്വിയസ്ലി ടെലിഫോട്ടോയിൽ വെർത്ത് ഡിഫറൻസ് ഉണ്ട്. ബട്ട് അത് എല്ലാവർക്കും മാറ്റർ അല്ല. മോസ്റ്റ് ഓഫ് പീപ്പിളിന് മാറ്റർ അല്ലായിരിക്കും. പിന്നെ ഒരു 2 seconds ആ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഡിലേ അത് ഒബ്വിയസ്ലി ഫൈൻ ആയിരിക്കും. ആ 20K ഡിഫറൻസ് വെർത്ത് നോക്കുമ്പോൾ അത് ഫൈൻ ആണെന്ന് എൻ്റർ ചെയ്തു. പിന്നെ ആ കളറിന്റെ കാര്യം നമുക്ക് അപ്ഡേഷനിൽ റെഡി ആവും. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാറ്ററി ആണെങ്കിലും ചാർജിങ് ആണെങ്കിലും 125 വാട്ട് അഡാപ്റ്ററാണ് രണ്ടുപേർക്കും വരിക 12GB ഹൈ എൻഡ് ടോപ്പ് എൻഡ് വേരിയൻസിൽ. സോ പിന്നെ പെർഫോമൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഗെയിമിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ അൾട്ര തന്നെ എടുത്തു. എൽസ് നിങ്ങൾക്ക് ആ 20,000 സേവ് ചെയ്തിട്ട് പ്രോ എടുക്കുമായിരിക്കും. കുറച്ചും കൂടെ വാല്യൂ ഫോർ മണിയാണ് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ്. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫൺ മാനിയ.